ഒരു വീക്ക് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് എന്തെല്ലാം എക്സ്പെക്റ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫിലേക്ക്, ആൻഡ് നിങ്ങളുടെ എനർജി പോസിറ്റീവായിരിക്കുമോ നെഗറ്റീവായിരിക്കുമോ നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ഹൗ ഇസ് ദിസ് വീക്ക് ഫോർ യു. ഓക്കെ, ജഡ്ജ്മെൻറ്റ്, കിങ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു കൺട്രോളിങ് പേഴ്സൺ ഉണ്ടോ? നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നിങ്ങളുടെ ഡിസിഷൻസും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്നാണോ വരുന്നത്? ഇസ് ഇറ്റ് കമ്മിങ് വിത്തിൻ യു, അതോ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയിലോ സാഹചര്യത്തിലോ ഒക്കെ മാനിപ്പുലേറ്റഡ് ആയിട്ട് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട്, ആ ഇൻഫ്ലുവൻസ് റോങ് ആവുമ്പോഴാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അത് ഇൻറ്റൻഷനലി ഒരാൾ ചെയ്യുന്നതായിരിക്കാം മേ ബി, അല്ലെങ്കിൽ ഇൻറ്റൻഷൻസ് പ്യുവർ ആയിരിക്കാം, പക്ഷെ അവരുടെ വേ ഓഫ് തിങ്കിങ്, അവരുടെ വേ ഓഫ് ലിവിങ് ഒന്നും നിങ്ങളുടെ വേ ഓഫ് ഒത്തൻറ്റിക് സോൾ എനർജിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിരിക്കില്ല. പക്ഷെ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ ഒത്തൻറ്റിക് സോൾ എനർജി എന്താണ് എന്നുള്ളൊരു സ്ഥിതി വരുമ്പോൾ മറ്റുള്ളവരുടെ, അത് സ്പെഷ്യലി ഒരു മെയിൽ എനർജി, അതിൻ്റെ ഒരു മാനിപ്പുലേഷനിൽ നിങ്ങൾക്ക് ഡിസിഷൻസ് മാറിപ്പോകാം. ഇത് നിങ്ങളുടെ ഗ്രോത്തിനൊരു തടസ്സം നിൽക്കുന്നു എങ്കിൽ ഇവിടെ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ആവശ്യമായി വരുന്നൊരു സാഹചര്യം ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് വരും. അങ്ങനെ ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് നിങ്ങൾ പ്രേരിതരാകുന്നു, വിച്ച് ഇസ് ഫോർ ദ ഗുഡ് എന്നും കാണിക്കുന്നുണ്ട്. യെസ്, നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞൊരു സൊല്യൂഷനിലേക്ക് ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. സോ ഈ സാഹചര്യത്തിൽ ഒന്ന് സറണ്ടറിൽ മോഡിൽ നിൽക്കുക. അതായത് ഇത് ശരിയാകും, ഫിക്സ് ചെയ്യാൻ സാധിക്കും, ആ ഒരു പ്രോസസ്സിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്, എന്നാൽ അതിന് സമയമെടുക്കും. അതുകൊണ്ട് ഐ സറണ്ടർ ദി റിസൾട്ട്സ്, അല്ലെങ്കിൽ ഐ സറണ്ടർ കംപ്ലീറ്റ്ലി ടു ദി ഡിവൈൻ. യെസ്, ഡിസിഷൻ മേക്കിങ്ങിനാണ് ഇവിടെ വിഷയമുള്ളത്. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ വരും. ഈ കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് സ്ട്രെസ്സൊക്കെ ബിൽഡ് ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സ് പറയുന്ന നിങ്ങളുടെ ഉള്ളിലെ എനർജിയെ ഫോക്കസ് ചെയ്ത് ഡിസിഷൻ എടുക്കുക. സോ ഈ ഒരു വീക്ക് അത് നിങ്ങൾക്കൊരു ഐ ഓപ്പണറായി മാറട്ടെ എന്നുള്ളൊരു ഗൈഡൻസാണ്. ഓക്കെ.